ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് എന്താണ് യൂട്യൂബ് എംബഡിംഗ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് വാച്ച് ടൈമും വ്യൂസൊക്കെ കിട്ടുമോ എന്നൊക്കെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാതെ വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഇനി നമുക്ക് വീഡിയോയിൽ വെച്ച് കാണാം. ഫ്രണ്ട്സ്, യൂട്യൂബ് എംബഡിംഗ് എന്താണെന്ന് എൻ്റെ രണ്ടാമത്തെ ചാനലിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ചുരുക്കി പറയാം. എംബഡിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പം വാട്സാപ്പിൽ ഒരാൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. എല്ലാവരും അത് ലിങ്ക് തൊട്ട് യൂട്യൂബിൽ ചെന്ന് കാണണമെന്നില്ല. അതിന് പകരം ഇപ്പം വാട്സപ്പിൽ തന്നെ ഒരു കാണുള്ളൂ. വാട്സപ്പിൽ കണ്ടാൽ എംബഡിംഗ് ഓൺ ആണെങ്കിൽ നമുക്ക് വ്യൂസും വാച്ച് ടൈം ഒന്നും കിട്ടില്ല. അത് വാട്സപ്പ് വഴിയായിരിക്കും കാണുക. യൂട്യൂബിൽ വഴി കണ്ടാലും നമുക്ക് വ്യൂസൊക്കെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ക്രോമിൽ ചെന്നും അതുപോലെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്നും തന്നെ നമുക്ക് എംബഡിംഗ് ഓഫാക്കി വെക്കാം. ഓഫാക്കി വെച്ചാൽ നമുക്ക് വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ യൂട്യൂബിലേക്കായിരിക്കും പോവുക. അതെങ്ങനെയാണെന്ന് നമുക്ക് മൊബൈൽ സ്ക്രീൻ വെച്ച് കാണാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഗൂഗിൾ ക്രോം വഴിയാണ് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ വഴി ചെയ്യാം. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. നമുക്കൊന്ന് ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് യൂട്യൂബ് എടുക്കുക. അത് കഴിഞ്ഞ് മണ്ടലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആണോ നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാം കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡ് കാണും നമ്മുടെ ചാനലിൻ്റെ നെയിമിൻ്റെ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം യൂട്യൂബ് സ്റ്റുഡിയോ കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞു വരും. കസ്റ്റമൈസ് ചാനൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ്, ചാനൽ എന്നൊക്കെ പറഞ്ഞ് കാണും. അവിടെ വീഡിയോസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീഡിയോ ആണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ താഴെ തന്നെ നമുക്ക് കാണും എഡിറ്റ് വീഡിയോ എന്ന്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുവഴിയാണ് നമുക്ക് എൻഡ് സ്ക്രീൻ കാർഡൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ താഴെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കാണും. അതിൻ്റെ അവിടെ കണ്ടോ അലോ എംബഡിംഗ്, അതിപ്പോൾ ടിക്ക് മാർക്കാണ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് പോകും. എന്നാൽ മാത്രമേ വാട്സപ്പിൽ നമ്മൾ വീഡിയോ ഷെയർ ചെയ്താലും വാട്സപ്പിൽ കണ്ടാലും നമുക്ക് വ്യൂസും വാച്ച് ടൈമൊക്കെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സേവ് എന്ന് കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം സേവ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാതെ വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഒരു ഗുഡ് ബൈ.